ഏത് ദിവസം എന്താന്ന് വെച്ചാൽ ഉള്ളതല്ല ഒറ്റ സത്യമൊന്നുമല്ല കയറി അതെ പറയുന്നത് കേൾക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ എത്തത്തില്ല. ഞങ്ങൾക്ക് പാതിരാത്രി സ്ത്രീകൾ ഇത് ചുമ്മാ കയറി നടക്കാൻ പറ്റില്ല. ഏതാനും ദിവസം വന്നിട്ട് ഒറ്റ എല്ലായിടത്തോണ്ട് പോകും. അത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിന്നിട്ട് ഇന്റർവ്യൂസിനകത്തൊക്കെ ഇങ്ങനെ പാവത്തെ പോലെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് കരയുന്ന എന്റെ അനിയത്തിയാണ് ഈ സംസാരിക്കുന്നത്. ഒരു ട്രിഗറും ഇല്ലാണ്ട് എന്റെ അമ്മ പറയുന്ന സമയത്ത് ഞാൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി ഒച്ച ഉണ്ടാക്കുന്നതാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് നമ്മൾ അറിയല്ലോ ഇത് ഈ സംഭവം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ഒരു തെളിവ് പുറത്തുവിടണം, പ്രൂഫ്. കാരണം ആർക്കെതിരെയാണ് പ്രൂഫ് തെളിവ് പുറത്തുവിടുന്നത് വെച്ചാൽ സ്വന്തം സഹോദരിക്കെതിരെയാണ് പ്രൂഫ് പുറത്തുവിടുന്നത്. കാരണം പുള്ളിക്കാർ ചുമ്മാ വെളുപ്പിക്കലും ന്യായീകരിക്കലും എന്തിനാണ് ന്യായീകരിക്കുന്നത്? നിങ്ങൾ ആർക്കെതിരെ ന്യായീകരിക്കുന്നത്? നിങ്ങൾ നാട്ടുകാർക്ക് എടാ നീ ആരാണ് നീ പ്രൂവ് എന്ന് തെളിയിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സംഭവം വീട്ടില് രാത്രി വന്നിട്ട് വീട്ടിൽ വന്ന് അമ്മയും സഹോദരി മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ? വന്ന് വിട്ട് എന്തിനാണ് സംസാരിക്കുന്നത്? നിങ്ങൾക്കുള്ള സ്വന്തം സാധനം എടുക്കാൻ എന്തൊക്കെ സംസാരിക്കാനാണ് വന്നിട്ടുള്ളൂ. ആവശ്യമില്ലാതെ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ വന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നീ എന്നെ സ്വന്തം ഏറിലാക്കാൻ വേണ്ടിയിട്ടും നീയൊക്കെ സ്വന്തം സഹോദരിനെയും അമ്മേനെയും ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടാക്കി തള്ളിയിട്ടതിനു ശേഷം വീണ്ടും എന്തൊക്കെ പ്രൂഫാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നു. ഇത് അന്നേരം എന്തോ സംഭവമാണ്, വേറെ ഒന്നുമില്ല. അനിയത്തി ചൂടായി സംസാരിക്കുന്ന മറ്റേ വീട്ടിൽ അനിയത്തി പാവം പോലെ സംസാരിച്ചിട്ട് ഇതിൽ ഇറങ്ങിക്കോണം എന്നൊക്കെ തരത്തിലേക്ക് നീ വല്ല കന്നന്തിരിവും കാണിച്ചിട്ടുണ്ടോ? അതായിരിക്കും പെങ്കൊച്ചുകൾ എന്താണ് ചൂടായി പറഞ്ഞിട്ടുണ്ടോ? അവരെ അമ്മ ഒരു സഹോദരി മാത്രമല്ലേ ഉള്ളൂ. സഹോദരി മാത്രമേ വീട്ടിൽ താമസിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ അവരെ സമാധാനം വേണ്ടേ അവർക്ക്? നിങ്ങൾക്ക് എന്ത് സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് പോകണമല്ലേ, മനസ്സിലായില്ലേ? അവിടെ എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. അവിടെ അമ്മയും മോള് താമസിക്കുന്ന നാട്ടുകാർ വന്നിട്ട് നിങ്ങൾ ഇടപെടേണ്ടി വന്ന കാര്യം, മനസ്സിലായില്ലേ? എന്റെ ഫ്രണ്ട് ഇരുന്നിട്ട് കൂട്ടുകാരന്റെ ഉടുപ്പ് പോകാൻ വലിച്ചു കയറി. പക്ഷെ നമ്മൾ ഞങ്ങള് തിരിച്ചും ചെയ്യാനായിട്ട് ശേഷിയില്ലാത്തതുകൊണ്ടല്ല തിരിച്ചു. സ്വന്തം സഹോദരിയല്ലേ, കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാ നമ്മളത് വീട്ടിനകത്ത് നിന്ന് സംസാരിച്ചല്ലേ പരിഹരിക്കേണ്ടത്. എന്തിനാണ് ഈ നാട്ടുകാർക്ക് മുന്നിൽ ഇത് പ്രൂഫാണ് അനിയത്തി അങ്ങനെ പറഞ്ഞു, അനിയത്തി ഇങ്ങനെ പറഞ്ഞു? ആരെ കാണിക്കാനാണ്, എന്തിനു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്? എടാ നിനക്ക് തലയ്ക്കില്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത്. എടാ ചെറുക്ക അഴുക്ക പല, മനസ്സിലായില്ലേ? എന്തോന്നടേ, വളരെ മോശമല്ലേ? നീ എന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മൾ മറച്ചു വെക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടാ നമ്മുടെ ലൈഫിലേക്ക്. നിങ്ങളത് ക്യാമറ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ഉള്ളിൽ സംസാരിച്ചാൽ തീർക്കാൻ നോക്കുക. എടാ നിങ്ങൾക്കല്ലേ നാണക്കേട്, എടാ നിനക്കല്ലേ നാണക്കേട്? നിന്റെ അനിയത്തിക്ക് നാളെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു കല്യാണോ? എടാ നമ്മൾ നിന്ന് ആലോചിച്ചു, നിന്റെ അനിയത്തിക്ക് ഒരു കല്യാണം വേണ്ടേ? നിന്റെ അമ്മയ്ക്കും എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? അപ്പൊ നിങ്ങളിപ്പോ ഈ സംസാരിക്കുന്നു. നാളെ നിങ്ങൾ ഒന്നാവേണ്ട ആൾക്കാരാണ്, മനസ്സിലായില്ലേ? നാളെ അങ്ങോട്ടും ഇങ്ങോട്ട് കാണേണ്ട ആൾക്കാരാണ്. വെറുതെ പ്രൂഫ് വിട്ടു, അങ്ങനെ വിട്ടു, ഇങ്ങനെ വിട്ടു. ഞാൻ പറയാന്ന് വെച്ചാൽ ഇപ്പം നിന്റെ ശല്യം പൊറുക്കാതെ വേണ്ടായിരിക്കും ആ പെങ്കൊച്ചയ്ക്ക് എന്തോ കേസ് കൊടുത്തിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? അല്ല സ്വന്തം അമ്മ എനിക്ക് തോന്നുന്നില്ല സ്വന്തം അമ്മ ഇങ്ങനെ കൊണ്ട് കേസ് കൊടുക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുന്നു, എനിക്ക് തോന്നുന്നില്ല. നിന്റെ കയ്യിരിപ്പ് നിന്റെ കന്നന്തിരവും കാരണമായിരിക്കും അവർ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടാവും. വീണ്ടും വല്ല പ്രൂഫാണ് തെളിവാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ വീണ്ടും ഇതൊക്കെ കാണിക്കുമ്പോൾ അവരെ വെച്ച് അടിച്ചിരാതെ ഭാഗ്യം വല്ല കൊലക്കെ എടുത്ത് തലയടക്ക്, മനസ്സിലായില്ലേ? അപ്പൊ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ പ്രൂഫും കൊണ്ട് നീ വെറുതെ കണ്ട് നടക്കാതിരിക്കും. ഞാൻ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ, മനസ്സിലായോ? വെറുതെ എന്റെ പ്രൂഫാണ് എന്റെ പ്രശ്നം, മനസ്സിലായില്ലേ? എടാ എന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണോ നീ എന്തിനാണ് ന്യായീകരിക്കുന്നത്? ഈ ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ഇടയ്ക്ക് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും ആ പ്രശ്നം. എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും പ്രശ്നം. നമ്മളിപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇൻഫ്ലുവൻസ് അല്ലാത്ത ആൾക്കാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് വീട്ടിൽ ഒതുക്കല്ലേ വേണ്ടത്? നിങ്ങളെ അടുത്തറിയുന്നുള്ള ഒതുക്കല്ലേ വേണ്ടത്? എന്തിനാണ് നിങ്ങളെ തന്നെ മറ്റുള്ളവർക്ക് എന്താണ്? മറ്റുള്ളവർക്ക് ഒന്നുമില്ല, നിങ്ങളുടെ ഒരു പ്രശ്നം അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളെ കുടുംബത്തിലോ പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾക്കല്ലേ സമാധാനക്കേട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളതൊക്കെ ആലോചിച്ചും കണ്ടൊക്കെ ചെയ്യുക. വെറുതെ ചുമ്മാ ആവശ്യമില്ലാതെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒഴുകി മറ്റുള്ളവർക്ക് ഒരു നിന്നെ കളിയാക്കാനും നിന്നെ ഈ ഒരു പ്രശ്നമാണെന്നും നിന്റെ കുടുംബത്തില് എന്തിനാണ് ഒരു ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾക്കല്ലേ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത്. വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്കും മാക്സിമം അത് ഒതുക്കി തീർത്ത് നന്നായി ജീവിക്കാൻ നോക്കുക. അത് മാത്രമേ ഉള്ളൂ. നല്ല കണ്ടന്റുകളൊക്കെ ചെയ്യും. നീ ചെയ്യുന്ന നല്ല കണ്ടന്റ് ഉണ്ട്. ഈ പറയുന്ന കുളങ്ങളായിക്കോട്ടെ, നമ്മളെ പുഴകളും മലിനായി കിടന്ന പുഴകളും ഇതൊക്കെ വൃത്തിയാക്കുന്ന നല്ല കാര്യമാണ്. റോഡിൽ കിടക്കുന്ന വേസ്റ്റും ഈ പറഞ്ഞ എല്ലാം വൃത്തിയാക്കുന്ന നല്ല കാര്യം തന്നെയാണ്, മനസ്സിലായി? പക്ഷെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരുപാട് ഓവറായിട്ടുള്ള കുറ്റങ്ങൾ കണ്ടെത്തി നീ മാത്രം ശരിയാണെന്നുള്ളത് വരുമ്പോഴാണ് നിന്നെ ആൾക്കാർ പിടിച്ച് കേരളാക്കുന്നത്. ഫസ്റ്റ് മനസ്സിലായോ? അത് മാത്രമാണ് ഒരു കാര്യം. അപ്പോൾ എല്ലാം നല്ല നടക്കട്ടെ, ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു സോ മച്ച്.